ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോണായി ചേരുകയാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ, നമ്മുടെ സാഹിത്യത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ അക്ഷരത്തിൻ്റെ ഒരു യുഗം അവസാനിക്കുകയാണ്. ഇനി എം ഡി ഇല്ലാത്തൊരു കാലമാണ് നമ്മുടെ മുൻപിലുള്ളത്. എങ്ങനെ മലയാളത്തിൻ്റെ സാഹിത്യലോകം അതിനെ അതിജീവിച്ച് കയറി വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കഴിഞ്ഞ 70 വർഷം, 7 സംവത്സരം, 7 പതിറ്റാണ്ട് നമുക്ക് പകർന്നു നൽകിയ അനുഭവജ്ഞാനമുണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് കരുത്താകും മുന്നോട്ടുള്ള യാത്രയിൽ? എം ടിയുടെ നിര്യാണം ഏറെ ദുഃഖത്തോടു കൂടിയാണ് അറിഞ്ഞത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാള സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് എം ടി നൽകിയ സംഭാവന വിലമതിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും മലയാള സാഹിത്യത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായിരുന്നു തുഞ്ചൻ പറമ്പിന്റെ വികാസം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചരിത്രബോധവും മതനിരപേക്ഷ നിലപാടും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളുടെ ഒരു സംഹിതയായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലയാള സാഹിത്യത്തിന് എം ടി നൽകിയ സംഭാവന എന്നെന്നും വിലമതിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെ സമൂഹം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാവി സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നിരവധി സംഭാവനകൾ എം ടിയുടെ എഴുത്തിലൂടെയും അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളിലൂടെയും സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. ഭാവി സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് തീർച്ചയായും, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന്റെ വികാസത്തിന് നോവൽ എന്ന ഒരു സൃഷ്ടി എത്ര ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തെളിയിച്ച മഹാനാണ് എം ടി. അദ്ദേഹത്തിന്റെ ജീവിതം മലയാളി സമൂഹത്തിന് എന്നെന്നും മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യം തർക്കമില്ല. കൂടുതൽ മലയാള സാഹിത്യത്തെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് എം ടിയുടെ സംഭാവന വിലമതിക്കും എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. വളരെയധികം നന്ദി. സംസാരിച്ചിരുന്ന ശ്രീ ടി പി രാമകൃഷ്ണൻ, എൽ ഡി എഫ് കൺവീനർ, നമ്മളോട് സംസാരിക്കുകയായിരുന്നു.